ഒടുവിൽ അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ. ഭാഗ്യം. ആ പാവം പെൺകുട്ടിയുടെ കണ്ണുനീര് ഈശ്വരൻ കാണാതെ പോവില്ല പൂർണിമ. തെറ്റ് ചെയ്തവര് എത്ര വലിയ ഉന്നതരായാലും ശിക്ഷിക്കപ്പെടും എന്നതിന്റെ തെളിവാണ് ഈ അറസ്റ്റ്. ഇവരെ പോലുള്ള ക്രിമിനൽസിന്റെ മുന്നറിയിപ്പായി അർഹിക്കുന്ന ശിക്ഷ തന്നെ വേണം അവർക്ക് കൊടുക്കാൻ എന്നാണ് എന്റെ അഭിപ്രായം. സത്യം പറഞ്ഞ ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തതില് ഒരു വലിയ പങ്ക് ദുർഗയ്ക്കും കിരണിനും ഉള്ളതാ. തുടക്കം മുതലേ ഉള്ള അവരുടെ ഇടപെടൽ ക്രിമിനൽസിനെ കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതെ, മനസ്സിൽ നന്മയുള്ളവരവര്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും മനസ്സ് കാണിക്കുന്നത്. അതെ, അവരുടെ ഈ നല്ല മനസ്സിന് ദൈവം എന്നെങ്കിലും അവർക്ക് ഒരു നല്ല ജീവിതം കൊടുക്കും. എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങളോട് എന്തിനാ വിനോദം നന്ദി പറയുന്നത്? നമ്മൾ ചെയ്തത് നമ്മുടെ ജോലിയല്ലേ. പ്രദീപിനെ പോലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ ഈ യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്. അത് ജേഡി പറയുന്നത് ശരിയാ. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നിട്ട് പോലും എന്റെ പെങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ലല്ലോ. വിഷമിക്കാതെ, വിനോദിന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞങ്ങളിതൊക്കെ ചെയ്തത്. അതെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. വിനീതയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നത് ശരിക്കും സങ്കടം തന്നെയാ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വേണ്ടത് അവരെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവിനെയല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയാണ്. അതിനുതകുന്ന വിദ്യാഭ്യാസമാണ്. ആ ബോധം രക്ഷിതാക്കൾക്കുണ്ടാകുന്ന കാലത്തെ നമ്മുടെ നാട്ടിൽ ഇനിയും വിനീതമാരുണ്ടാവാതിരിക്കും. അതെ ജെഡി, പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള മാനദണ്ഡം പയ്യന്റെ സാമ്പത്തിക സ്ഥിതിയും കുടുംബമഹിമയോ അല്ല, അവനൊരു മനസാക്ഷിയുള്ള മനുഷ്യനാണോ എന്ന തിരിച്ചറിവാണ്. പ്രദീപിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തില് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധവും അതാ. ഏതായാലും തെറ്റിയതവർ ശിക്ഷിക്കപ്പെട്ടല്ലോ. വിനീതയുടെ ആത്മാവിനെങ്കിലും മനഃശാന്തി കിട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ പകരം തരാനായി എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഞാൻ ആ നാത്തൂന്റെ കാര്യം ഓർക്കുമായിരുന്നു. ഇവിടെ ആയിരുന്നപ്പോ എന്തൊരു സ്നേഹപ്രകടനായിരുന്നു. ഇവിടെ നിന്ന് പോയതിൽ പിന്നെ ഒരു ഫോൺ കോൾ പോലും ഇല്ല. ഓഹോ, അതാണോ കാര്യം? ആന്റി അവിടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. എന്ത് തിരക്ക്? ഇതൊന്നും അല്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇപ്പൊ സേഫ് ആയില്ലേ? ഇനിയിപ്പോ നമ്മളെ മൈൻഡ് എന്തിനാ? അഷിക്ക് ഈ കല്യാണ ആലോചന വന്നപ്പോ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ആ കല്യാണം നടന്ന ഉടനെ നിന്റെ കല്യാണം നടത്താനുള്ള എല്ലാ സഹായവും ചെയ്തു തരാന്ന് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്തിന്? നമ്മൾ കുറച്ചു പേര് ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ല. മനുഷ്യൻ അങ്ങനെയാ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാ വലുത്. സ്വന്തം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും ആരും ആർക്കും കൊടുക്കില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ അവർക്കൊക്കെ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ. നാത്തും പറയുന്ന അനുസരിച്ച് എല്ലാ കാര്യത്തിനും നാത്തിനൊപ്പം നിന്നില്ലേ? എന്നിട്ട് എന്നെ പറ്റിക്കാമെന്നാ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. അമ്മ ഇപ്പൊ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരുന്ന അമ്മ ഇങ്ങനെ ഓരോന്നും പറയുന്നോണ്ട് അഷിക്കും ആന്റിക്കും എന്ത് സംഭവിക്കാൻ? എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഗിരിജ ആരാണെന്ന് നിനക്കൊന്നും ശരിക്കും അറിയില്ല. കൂടെ നിന്ന് ചതിച്ച അതിനപ്പുറം ചതി തിരിച്ചു കാണിക്കാനേ എനിക്കും അറിയാം. എന്താ ചിരിക്കുന്നേ? എന്നെ കളിയാക്കുവാണോ? അമ്മയുടെ ഈ വീരവാദം കേട്ട പിന്നെ ചിരി വരാതിരിക്കോ? വീരവാദമാണോ സത്യമാണോ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗിരിജെ. നാത്തുനൊന്നും പറയണ്ട, ഞാൻ നാത്തുനോട് പിണക്കവാ. അതെന്താ ഗിരിജെ, നിനക്കെന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, നാത്തുനാ. എന്തൊക്കെ പറഞ്ഞിട്ടാ നാത്തുനോടൊന്ന് പോയത്? എന്നിട്ട് എന്താ കാണിക്കുന്നേ? നീ പിണങ്ങാതെ കാര്യം പറ ഗിരിജെ. കണ്ടോ, എന്റെ സങ്കടം എന്താണെന്ന് പോലും നാത്തുനിപ്പോ മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് പോയ ആളല്ല നാത്തുനിപ്പോ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് യാതൊരു മാറ്റവും. ഞാൻ നിന്റെ പഴയ നാത്തൂൻ തന്നെയാ. എന്നിട്ടാണോ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തെ?
പോയ ആദ്യ സമയത്തൊന്ന് വിളിച്ചതല്ലാതെ ഇപ്പൊ വിളിക്കാറില്ലല്ലോ. അത് നിങ്ങളെ മറന്നിട്ടാണെന്ന് ആര് പറഞ്ഞു? അതെ, ഇവിടെ ചില പ്രശ്നങ്ങൾ കാരണം വിളിക്കാൻ പറ്റാതെ പോയതാ. അവിടെ എന്ത് പ്രശ്നം? യോ, ഇവിടുത്തെ പ്രധാന പ്രശ്നം അവര് തന്നെയാ, ആ കിരണും ദുർഗയും. അവരുണ്ടാക്കി കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം സമാധാനം ഇല്ലാത്ത അവസ്ഥ ഇവിടെ. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായോ അവിടെ? അല്ല ഗിരിജേ, ഇതൊന്നുമല്ല, അതിലും വലിയൊരു ബോംബ് കൂടിയുണ്ട്. അത് കേട്ടാ നീ ഞെട്ടും. അതെന്താ അങ്ങനെ ഒരു ബോംബ്? എന്റെ ഗിരിജേ, ആ കിരണും ദുർഗയും വിവാഹം കഴിച്ചിട്ടില്ല. ഏ, നാത്തൂന് എന്താ പറഞ്ഞേ? സത്യ ഞാൻ പറഞ്ഞേ, അവര് കല്യാണം കഴിച്ചിട്ടില്ല. വെറുതെ നുണ പറഞ്ഞ് നമ്മളെല്ലാം പറ്റിച്ചതാ. എന്തിന്? അതൊന്നും വ്യക്തമല്ല. അവര് നാടകം കളിച്ചതാണെന്ന് മാത്രമേ അറിയാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് തെളിയിക്കാനോ പൂർണ്ണിമയെ അറിയിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും അവളെന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? അതിന്റെ കാര്യകാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാ ഞങ്ങളിപ്പോ. എല്ലാം ഒന്ന് വ്യക്തമായി കഴിഞ്ഞ് ഞാൻ നിന്നോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ശരി നാത്തൂനെ, എത്രയും പെട്ടെന്ന് അവളുടെ അവന്റെ നാടകം നാത്തു പൊളിക്കണം.